ഹലോ എവരി വൺ, വെൽക്കം ടു നീറ്റ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ മെൻസ്ട്രുവൽ സൈക്കിൾ വരെയുള്ള പോർഷൻസ് കഴിഞ്ഞ ക്ലാസ്സസിലായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ് ഫെർട്ടിലൈസേഷനാണ്. അതായത് ഓവവും സ്പേമും തമ്മിലുള്ള ഫ്യൂഷൻ, അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. കോപ്പുലേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെയാണ് സെമൻ വജൈനയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഇൻസെമിനേഷൻ എന്ന് വിളിക്കാം. അതായത് സെമൻ വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? സെമൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഒരുപാട് സ്പേംസ് ഉണ്ട്, മില്യൺസ് ഓഫ് സ്പേംസ് ഉണ്ട്. ഒരു ഇജാക്കുലേഷനിൽ ഹ്യൂമൻ മെയിൽ 200 to 300 മില്യൺ സ്പേംസിനെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്പേംസ് ഈ സെമനകത്തുണ്ട്. ഈ സ്പേംസ് എന്ത് ചെയ്യും? എല്ലാ സ്പേംസും മോട്ടയിലായിരിക്കണം എന്നില്ല, ചിലതിന് അത്ര ഹെൽത്ത് ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് ഫുള്ള് സ്പേംസും മോട്ടയിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരു നോർമൽ ഫെർട്ടിലിറ്റിക്ക് 60% സ്പേംസിനാണ് നോർമൽ സൈസ് ആൻഡ് ഷേപ്പ് ആവശ്യമുള്ളത്. അതിൽ തന്നെ 40% സ്പേംസിനെങ്കിലും മോട്ടിലിറ്റി ഉണ്ടായിരിക്കണം, വിഗറസ് മോട്ടിലിറ്റി ഉണ്ടായിരിക്കണം, എങ്കിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മോട്ടയിലായിട്ടുള്ള സ്പേംസ് ഇപ്പം വജൈനയിലാണ് ഉള്ളത്. അപ്പോൾ ഇവർക്കിനി ഓവത്തിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ അതിന് ഇവരെന്ത് ചെയ്യും? ഈ മോട്ടൈൽ സ്പേംസ് സെർവിക്സ് വഴി യൂട്രസിലെത്തുന്നു. ഇനി യൂട്രസിലെത്തിയിട്ടും അവിടെ ഓവം ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഫാലോപ്പിയൻ ട്യൂബിലോട്ട് പോകാൻ തുടങ്ങും. എന്നിട്ട് ഫാലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുള്ളയിലെത്തും. അതായത് ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിന് പല പാർട്സ് ഉണ്ട്. ആദ്യം തന്നെ ഇൻഫൻറ്റിബുലത്തിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയ ഫിംബ്രിയ ഉണ്ട്, പിന്നാണ് ഇൻഫൻറ്റിബുലം ഉള്ളത്. പിന്നെ അതിനുശേഷം എന്താണുള്ളത്? ആംബുള്ളയുണ്ട്, പിന്നെ ഇസ്തുമസ് ഉണ്ട്. അപ്പോൾ ഈ ആംബുള്ളയിൽ വരെ നമ്മുടെ സ്പേം എത്തും. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മുടെ ഓവത്തെ റിലീസ് ചെയ്തിട്ട് ഓവം പതുക്കെ മൂവ് ചെയ്ത് ആംബുള്ളറി റീജിയണിൽ എത്തിയിട്ടുണ്ടാവും. ഓവം മോട്ടയിലല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഓവം അവിടെ വരെ എത്തിയത്? കാരണം നമ്മുടെ ആ ഫാലോപ്പിയൻ ട്യൂബിൽ കുറച്ച് സീലിയ പോലുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഫാലോപ്പിയൻ ട്യൂബിൽ ഈ ഓവം പതുക്കെ ഓവത്തിനെ ഈ സീലിയാസ് ഇങ്ങനെ തട്ടി 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 ആംബുള്ളറി റീജിയൻ വരെ എത്തിക്കും. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ സ്പേമും ആംബുള്ളറി റീജിയനിൽ എത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്പേമും ഓവവും കറക്റ്റ് ടൈമിൽ ആ ആംബുള്ളറി റീജിയനിൽ എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. കാരണം ഓവം ആംബുള്ളറി റീജിയനിൽ എത്തുമ്പോൾ സ്പേം അവിടെ ഇല്ലെങ്കിൽ ഓവം നശിച്ചു പോകും. ഓവത്തിൻ്റെ വയബിലിറ്റി ഏകദേശം ഒരു 24 hours ഉള്ളൂ. ആ ടൈമിൽ തന്നെ സ്പേമും ആ ആംബുള്ളയിൽ അല്ലെങ്കിൽ ആംബുള്ളറി റീജിയനിൽ എത്തണം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ കോപ്പുലേഷൻ്റെയും ഫലമായിട്ട് പ്രഗ്നൻസി സംഭവിക്കുന്നില്ല. കാരണം ആ ടൈമിൽ ഓവം ചിലപ്പോൾ റിലീസ്ഡ് ആയിട്ടുണ്ടാവില്ല ഓവറിയിൽ നിന്ന്. അങ്ങനെ ഓവം റിലീസ്ഡായി ആംബുലറി റീജിയനിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്പേം അവിടെ എത്തിയാലും ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്പേം ആംബുലയിൽ എത്തിയെങ്കിലും ഓവം ഇല്ലാത്തതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കോപ്പുലേഷനും പ്രഗ്നൻസിയിൽ എത്തുന്നില്ല. ഇനി സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓവം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു സ്പേം ഈ ഓവത്തിൻ്റെ സോണ പെല്ലൂസിഡ ലെയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. അതായത് നമുക്കറിയാം ഓവത്തിന് പല ലെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കവറിങ് ഉണ്ട്. ഇതിൻ്റെ ഒരു ലെയറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു, സോണ പെല്ലൂസിഡ. അപ്പോൾ സ്പേം സോണ പെല്ലൂസിഡയായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് സംഭവിക്കും? സ്പേമിൻ്റെ ഹെഡിൻ്റെ മുകളിലായിട്ടിരിക്കുന്ന അക്രോസോം എന്ന് പറയുന്ന പാർട്ടുണ്ട്. ഈ അക്രോസോമിനകത്ത് എന്താണുള്ളത്? ഒരുപാട് എൻസൈംസ് ആണ് ഉള്ളത്. ലൈറ്റിക് എൻസൈംസ് ആണുള്ളത്. ലൈറ്റിക് എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്നാണ് അർത്ഥം. അപ്പോൾ അക്രോസോമിലെ ഈ എൻസൈംസിനെ സ്പേം റിലീസ് ചെയ്യും സോണ പെല്ലൂസിഡയായിട്ട് കോണ്ടാക്റ്റ് വന്നതിന് ശേഷം. അപ്പോൾ ഈ അക്രോസോമിലിരിക്കുന്ന ലൈറ്റിക് എൻസൈംസ് സോണ പെല്ലൂസിഡയെ ബ്രേക്ക് ചെയ്യും. അതായത് ഓവത്തിൻ്റെ ചുറ്റുമുള്ള കവറിങ് ആയ സോണ പെല്ലൂസിഡയെ ഈ അക്രോസോമിലുള്ള എൻസൈംസ് ഡൈജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അടുത്ത് ചെല്ലും. ഈ പ്ലാസ്മ മെംബ്രെയിനെയും ബ്രേക്ക് ചെയ്യും. എങ്കിൽ മാത്രമേ ഓവത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ആ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ അക്രോസോമിലിരിക്കുന്ന എൻസൈംസ് ആണ്. അങ്ങനെ അത് സോണ പെലൂസിഡയും ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും ഒക്കെ ബ്രേക്ക് ചെയ്ത് ഓവത്തിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരു സ്പേം ഓവത്തിൻ്റെ അകത്തേക്ക് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓവത്തിൻ്റെ പുറത്ത് ആ മെംബ്രെയിന് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. അതുവഴി എന്താ സംഭവിക്കുന്നത്? ഇനി അടുത്തൊരു രണ്ടാമതൊരു സ്പേം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ അക്രോസോം നകത്തുള്ള എൻസൈംസ് വന്നാൽ പോലും ഈ ഒരു മെംബ്രെയിനെ അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ആദ്യം നമ്മുടെ ഓവ ഇവിടെ ഇരിക്കുകയാണ്. ഓവത്തിൻ്റെ പുറത്ത് എന്താണ്, കുറേ ഗ്രാനുലോസ ലെയേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും എന്താണ്, തീക്ക ലെയറുണ്ട്. പിന്നെ അതിന് ചുറ്റും നമ്മുടെ സോണ പെല്ലൂസിഡയുണ്ട്. ഇതിന് ചുറ്റും ശരിക്കും വേറൊരു ലെയറും കൂടെ ഉണ്ട്, കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലെയറും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പേം ഇങ്ങനെ വന്നു ഈ കൊറോണ റേഡിയേറ്റയൊക്കെ തുളച്ച് സോണ പെല്ലൂസിഡയിലുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് സ്പേമിൻ്റെ അക്രോസോമിനകത്തിരിക്കുന്ന എൻസൈംസ് റിലീസ്ഡ് ആവുന്നത്. അതെന്ത് ചെയ്യും? സോണ പെല്ലൂസിഡയും അതുപോലെ ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിനെ വരെ ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ സ്പേം ഈ ഓവത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു. ഇത് ഓവത്തിൻ്റെ ന്യൂക്ലിയസ്, ഇത് സ്പേമിൻ്റെ ന്യൂക്ലിയസ്. ഇങ്ങനെ സ്പേമിൻ്റെ ന്യൂക്ലിയസ് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസ്റ്റിനുള്ളിൽ എത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഈ ഓവത്തിൻ്റെ ചുറ്റുമുള്ള ഈ മെംബ്രെയിൻ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു സ്പേം, രണ്ടാമത്തെ സ്പേം വന്നു കഴിഞ്ഞാലും ഈ ഒരു മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണുള്ളത്? കാരണം നമുക്ക് എൻഷുർ ചെയ്യണം ഓവമായിട്ട് ഒറ്റൊരു സ്പേമേ ഫെർട്ടിലൈസ് ചെയ്യുന്നുള്ളെന്ന്. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവുന്നത്. കാരണം നമുക്കറിയാം സ്പേമും ഓവവും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്താൽ നമുക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ് ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ ഈ ഓവത്തിനകത്ത് ഒരു സ്പേം എൻട്രി ചെയ്തു, എന്നിട്ട് ഈ മെംബ്രെയിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പം തന്നെ അടുത്ത ഒരു സ്പേം വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു സ്പേമും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫ്യൂസ് ചെയ്ത് നമ്മുടെ സൈഗോട്ടിൻ്റെ പ്ലോയിഡി മാറും. അല്ലെങ്കിൽ ഇപ്പം 3 എണ്ണം തന്നെ ആവണമെന്നില്ല, ഒരുപാട് എണ്ണം ഇങ്ങനെ കയറിയാൽ അതിനനുസരിച്ച് ഈ സൈഗോട്ടിൻ്റെ പ്ലോയിഡി മാറും. അപ്പം തന്നെ നമ്മുടെ ഹ്യൂമൻ എന്നുള്ള ആ ഒരു ഇത് തന്നെ മാറിപ്പോവും. കാരണം ഒരു ഓവത്തിൽ 23, സ്പേമിലും 23, ടോട്ടൽ നമുക്ക് 46 ക്രോമസോം മതി ഹ്യൂമൻസിന്. പക്ഷേ ഇതിങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ തന്നെ മാറും. അതിനനുസരിച്ച് ഉണ്ടാകുന്ന ഓർഗാനിസം എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അതിനാണ് ഒരു സ്പേം ഓവത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ തന്നെ ഓവത്തിൻ്റെ ചുറ്റുമുള്ള ആ മെംബ്രെയിന് ചില സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു സ്പേം ഒരു ഓവമായിട്ട് ഒരു സ്പേം മാത്രം ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. ഇനി സ്പേം ഓവത്തിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്താൽ ഉടനെ എന്ത് സംഭവിക്കും? നമ്മുടെ സെക്കൻഡറി ഊസൈറ്റിൻ്റെ മിയോട്ടിക് ഡിവിഷൻ, രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കും. നമുക്കറിയാം പ്രൈമറി ഊസൈറ്റ് ഒരു മിയോസിസ് നടത്തിയിട്ടാണ് സെക്കൻഡറി ഊസൈറ്റും ഒരു പോളാർ ബോഡിയും ഉണ്ടായത്. ഈ സെക്കൻഡറി ഊസൈറ്റാണ് പിന്നീട് നമ്മുടെ ഫോളിക്കിളിലൊക്കെ ഇരുന്ന് മെച്ചുർ ചെയ്ത്, അതായത് അതിൻ്റെ ചുറ്റിനും കുറേ ലെയേഴ്സ് വന്ന് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ, പിന്നീട് ഗ്രാഫിയൻ ഫോളിക്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആയത്. അപ്പോൾ ഓവൻ റിലീസ് ചെയ്യുമ്പോഴും ഈ സെക്കൻഡറി ഊസൈറ്റും അതിന് ചുറ്റുമുള്ള കുറച്ച് ലെയേഴ്സുമായിട്ടാണ് ഓവം എന്ന് നമ്മൾ പറയുന്നത്. സ്പേം ഓവത്തിൻ്റെ സൈറ്റോപ്ലാസ്റ്റിൽ എൻട്രി ചെയ്തതിന് ശേഷം മാത്രമാണ് സെക്കൻഡറി യൂസൈറ്റ് സെക്കൻഡ് മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനും അൺഈക്വലാണ്. കാരണം അതിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്നത് ഒരു ഹാപ്ലോയിഡ് ഓവം, അല്ലെങ്കിൽ ഇനി മുതൽ നമുക്കതിനെ ഊറ്റിടെന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഊറ്റിടും അതുപോലൊരു സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലൂടെ ഒരു ഊറ്റിടും ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഫോം ചെയ്താൽ ഉടൻ തന്നെ ഈ ഊറ്റിഡ് സ്പേമിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് മാറുന്നു. ഇതാണ് ഫെർട്ടിലൈസേഷൻ. അതായത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 14th ഡേയിൽ ഒരു ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. ഈ ഓവം എന്ന് പറയുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആണ്. സെക്കൻഡറി ഊസൈറ്റ്, അതിൻ്റെ ചുറ്റിനും കുറേ ലെയേഴ്സും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവം എന്ന് വിളിച്ചത്. ഇനി ഈ ഓവം ആംബുലറി റീജിയനിലെത്തുന്നു. ആംബുലറി റീജിയനിലെത്തുമ്പോൾ അതിലേക്ക് ഒരു സ്പേം എൻട്രി ചെയ്യുന്നു.
അങ്ങനെ സ്പേം ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്തതിന് ശേഷം മാത്രമാണ് സെക്കൻഡറി യൂസായിട്ട് സെക്കൻഡ് മിയോസിസ് നടത്തുന്നത്. സെക്കൻഡ് മിയോസിസിൻ്റെ ഭാഗമായിട്ട് ഒരു ഊറ്റിഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യുന്നുണ്ട്. ഈ ഊറ്റിഡും സ്പേമിൻ്റെ ന്യൂക്ലിയസും കൂടി ചേർന്നിട്ട് എന്ത് പറ്റും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. ഇനി നമുക്കറിയാം ഹ്യൂമൻ മെയിലായാലും ഫീമെയിലായാലും 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഇവരുടെ ക്രോമസോമിൽ ചേഞ്ച് വരുന്നത് അവരുടെ സെക്സ് ക്രോമസോംസിലാണ്. അതായത് ഫീമെയിൽസിൻ്റെ സെക്സ് ക്രോമസോം XX എന്നാണ് ഉള്ളത്. മെയിൽസിൻ്റെ ആണെങ്കിൽ സെക്സ് ക്രോമസോംസ് XY ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓവവും സ്പേമും ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ സൈഗോട്ടിൻ്റെ ജെൻഡർ ഡിസൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സൈഗോട്ട് ഫീമെയിൽ ആണോ മെയിലാണോ എന്ന് ആ ഫ്യൂഷൻ നടക്കുന്ന അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഒരു ഓവം നമുക്കറിയാം 46 ക്രോമസോമായിട്ടിരിക്കുന്ന സ്റ്റേറ്റാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. പക്ഷേ ഓവവും സ്പേമും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അതായത് ഇതിൻ്റെ പകുതിയാവണം 23. അപ്പോൾ ഇതിൽ സെക്സ് ക്രോമസോമും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഒരു ഓവത്തിൽ എല്ലാ ഓവത്തിലും എക്സ് ക്രോമസോമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ മെയിൽസിൽ വരുമ്പോഴോ മെയിൽസിൻ്റെ 50% സ്പേംസിൽ എക്സ് ക്രോമസോമും 50% സ്പേംസിൽ വൈ ക്രോമസോമും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെ XX ബ്രേക്ക് ചെയ്താലും രണ്ടും എക്സ് ആണ്. അതുകൊണ്ട് എല്ലാ ഓവത്തിലും എക്സ് ആണുള്ളത്. പക്ഷേ മെയിൽസിൻ്റെ എക്സും വൈയും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ് ആണ് ഒരെണ്ണം വൈ. അതുകൊണ്ട് തന്നെ 50% സ്പേംസിന് എക്സും 50% വൈയും ആണ് ഉണ്ടായിരിക്കുക. ഇനി എക്സ് നമ്മുടെ ഓവത്തിന് എപ്പോഴും എക്സ് ആണ്. ഇതിൻ്റെ കൂടെ എക്സിനെ ബിയർ ചെയ്യുന്നൊരു സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ടൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത് XX കണ്ടീഷനാണ്. അതായത് അതൊരു ഫീമെയിൽ ആയിട്ടുള്ള സൈഗോട്ടായിരിക്കും. ഇനി നമ്മുടെ ഓവത്തിൻ്റെ കൂടെ വൈ ക്രോമസോം ബിയർ ചെയ്യുന്ന ഒരു സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് XY ആയിരിക്കും. അപ്പോൾ അതൊരു എന്തായിരിക്കും? മെയിൽ സൈഗോട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബേബിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഓവത്തിനെല്ലാം എക്സ് ആണ്. അതുകൊണ്ട് തന്നെ മദറിന് ബേബിയുടെ സെക്സ് ഡിറ്റർമിനേഷനിൽ യാതൊരു പങ്കുമില്ല. കാരണം എല്ലാത്തിനും ഒരേപോലെ എക്സ് ആണ് ഉള്ളത്. പക്ഷേ ഫാദറിൻ്റെ നോക്കുമ്പോൾ എക്സും വൈയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബേബിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് ഫാദറിൻ്റെ സെക്സ് ക്രോമസോമാണ്. ഫാദറാണ് ബേബിയുടെ സെക്സിന് കാരണം. ഇനി ഇങ്ങനെ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്തു. ഇനി ഈ സൈഗോട്ടിന് എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഇത് ആംബ്യുള്ളയിലാണ് ഇരിക്കുന്നത്. ഓവിഡക്റ്റിൻ്റെ ആംബ്യുള്ളയിലാണ് നമ്മുടെ സൈഗോട്ട് ഇരിക്കുന്നത്. ഇനി ഈ സൈഗോട്ട് പതുക്കെ എന്താവും? സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റൊരു സെല്ലാണ്. ഈ സെല്ല് പതുക്കെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. സൈഗോട്ട് ഒരു സെല്ല് 2 ആവും, പിന്നെ 2 4 ആവും, അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ സൈഗോട്ട് ഇങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തുന്നതിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോട്ടിൻ്റെ മൈറ്റോട്ടിക് ഡിവിഷൻസിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒവിഡക്റ്റിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് 2 4 8 16 അങ്ങനെയൊക്കെ ഒരുപാട് സെൽസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി ഓരോ സെൽസിനെയും നമ്മൾ 2 4 8 16 പിന്നെ 32 അങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി മുതൽ ആ ഓരോ സെൽസിനെയും നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്നാണ് വിളിക്കുന്നത്. ഇനി മുതൽ സൈഗോട്ടിനെ ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്ത സൈഗോട്ടിൻ്റെ ഓരോ സെല്ലിനെയും നമ്മളിനി ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു എംബ്രിയോയെ നമ്മൾ എടുക്കുകയാണ്. ആ എംബ്രിയോയ്ക്ക് 8 മുതൽ 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സ് ആണ് ഉള്ളത്. അതായത് 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് വരെ ഉള്ള സ്റ്റേറ്റിലിരിക്കുന്ന ഒരു എംബ്രിയോയെ നമ്മൾ മൊറുല എന്നാണ് വിളിക്കുന്നത്. മൊറുല എന്ന് വെച്ചാൽ എന്താണ്? എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ്. അതാണ് ഒരു മൊറുല എന്ന് വിളിക്കുന്നത്. ഇനി ഈ മൊറുലയ്ക്കകത്ത് വീണ്ടും ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഡിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം ആദ്യം സൈഗോട്ട് ആംബ്യുള്ളയിലാണ് ഇരുന്നത്. എന്നിട്ട് ക്ലീവേജ് നടക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ഈ ക്ലീവേജ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ സൈഗോട്ട് ആ ഓവിഡക്റ്റിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്ത് നമ്മുടെ യൂട്രസിൻ്റെ അകത്തേക്ക് അതിനെത്തണം. അങ്ങനെ ക്ലീവേജ് നടക്കുന്നതിനോടൊപ്പം നമ്മുടെ സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ ഇങ്ങോട്ട് യൂട്രസിനകത്തേക്ക് മൂവ് ചെയ്യുന്നുമുണ്ട്.
അങ്ങനെ മുറുലയിൽ വീണ്ടും, മുറുല എന്ന് പറഞ്ഞാൽ 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ വീണ്ടും സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മുറുല ഒരു ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്നു. അപ്പോൾ മുറുലയിൽ നിന്ന് ബ്ലാസ്റ്റോസിസ്റ്റിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മുറുലയിൽ 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ബ്ലാസ്റ്റോസിസ്റ്റ് വരുമ്പോൾ ഇതിനകത്തുള്ള സെൽസിനെ 2 ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഔട്ടർ ലെയർ, ഇങ്ങനെ പുറമെ കുറച്ച് സെൽസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഔട്ടർ ലെയർ. അതിനെയാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ട്രോഫോബ്ലാസ്റ്റിൽ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സെൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇതുവരെ മുറുലയിലുണ്ടായിരുന്ന ബ്ലാസ്റ്റോമിയേഴ്സ് വീണ്ടും ഡിവൈഡ് ചെയ്തതിൻ്റെ നമ്പർ കൂട്ടി, എന്നിട്ട് ഔട്ടർ ലെയറായിട്ട് കുറേ സെൽസ് അങ്ങ് അറേഞ്ച് ചെയ്തു, ഔട്ടർ ലെയറായിട്ട്. അതിനെയാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സെൽസ് ഈ ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അകത്തായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. അതിനെയാണ് ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം, ഇങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് ഇരിക്കുകയാണ്, പുറമേ ട്രോഫോബ്ലാസ്റ്റും ഉണ്ട്, അകത്ത് ഇന്നർ സെൽ മാസും ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ യൂട്രസിലേക്ക് എത്തി. എന്നിട്ട് എന്താ സംഭവിക്കുക, ഈ ട്രോഫോബ്ലാസ്റ്റ് ഇല്ലേ, അതായത് ഔട്ടർ ലെയർ, അത് നമ്മുടെ എൻഡോമെട്രിയം, അതായത് യൂട്രൈൻ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്ന യൂട്രസിൻ്റെ വോള്, ആ എൻഡോമെട്രിയുമായിട്ട് ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ച്ഡ് ആവുന്നു. ഇനി ഇന്നർ സെൽ മാസ് എന്ത് ചെയ്യും, അത് എംബ്രിയോ ആയിട്ട് ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് വളരുന്നു. ഇനി ഈ എൻഡോമെട്രിയോ ആയിട്ട് ട്രോഫോബ്ലാസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്രസിൽ എന്താ നടക്കുന്നത്, യൂട്രൈൻ സെൽസ് ഒരുപാട് പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഈ ട്രോഫോബ്ലാസ്റ്റിനെ അങ്ങ് എംബഡ് ചെയ്യുന്നു. ട്രോഫോബ്ലാസ്റ്റിനെ എംബഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ഇന്നർ സെൽ മാസിനെ എംബഡ് ചെയ്യുക എന്നാണ്. അതായത് മൊത്തം ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ എംബഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ഇപ്പം മൊത്തത്തിൽ യൂട്രസിൻ്റെ വാളിൻ്റെ അകത്തായിട്ട് മാറും, യൂട്രൈൻ വാളുമായിട്ട് എംബഡ് ചെയ്തിരിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വാളിൽ എംബഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷനാണ് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് ആണ് ഏറ്റവും അകത്തുള്ളത്. അതിൻ്റെ ഒരു പ്ലാസ്മ മെംബ്രെയിനെയാണ് ശരിക്കും നമ്മൾ വിറ്റലൈൻ മെംബ്രെയിൻ എന്ന് പറയുന്നത്. വിറ്റലൈൻ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറി യൂസൈറ്റിനെ അല്ലെങ്കിൽ ഓവത്തിനെ കവർ ചെയ്തുള്ള അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ് വിറ്റലൈൻ മെംബ്രെയിൻ. ഇനി വിറ്റലൈൻ മെംബ്രെയിന് ശേഷം സോണ പെലൂസിഡ ഉണ്ട്. അപ്പോൾ വിറ്റലൈൻ മെംബ്രെയിനും സോണ പെലൂസിഡയ്ക്കും ഇടയ്ക്കായിട്ട് ചെറിയൊരു സ്പേസ് കാണാം, ഒരു പിങ്ക് കളറിൽ. അതാണ് പെരി വിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ലെയർ ഇരിക്കുന്നത്. ഏറ്റവും പുറമെ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന മറ്റൊരു ലെയറും ഉണ്ട്. അപ്പോൾ ഈ സ്പേം ഇങ്ങനെ വന്നു, കൊറോണ റേഡിയേറ്റയിൽ കൂടെ കയറി ലാസ്റ്റ് സോണ പെല്ലൂസിഡയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു. ഈ ടൈമിലാണ് സ്പേമിൻ്റെ ഹെഡിൻ്റെ മുകളിലുള്ള അക്രോസോമിൽ നിന്ന് ലൈറ്റിക് എൻസൈംസ് റിലീസ് ആവുന്നത്. ആ എൻസൈംസ് എന്ത് ചെയ്യും, സോണ പെല്ലൂസിഡയും അതുപോലെ നമ്മുടെ വിറ്റലൈൻ മെംബ്രെയിനെയൊക്കെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രി ചെയ്യും. ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേം എൻട്രി ചെയ്താൽ ഉടൻ തന്നെ ഇതിന് ചുറ്റും ഇതിൻ്റെ മെംബ്രെയിന് കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ച് വരും. അത് കാരണം പിന്നീട് ഒറ്റ സ്പേമിന് പോലും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓവത്തിൻ്റെ ഉള്ളിൽ സ്പേം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് എന്ത് ചെയ്യും, സെക്കൻഡ് മിയോസിസ് നടത്തും. എന്നിട്ട് ഒരു ഊറ്റിഡും അതുപോലെ സെക്കൻഡ് പോളാർ ബോഡിയായിട്ട് മാറും. ഊറ്റിഡ് ഫോം ചെയ്ത അതേ സമയത്ത് തന്നെ ഈ സ്പേമിൻ്റെ ന്യൂക്ലിയസും ഊറ്റിഡും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇനി സൈഗോട്ട് ഓവിഡക്റ്റിൻ്റെ ആംബുലറി റീജിയനിലാണ് ഉള്ളത്. അവിടെ നിന്ന് സൈഗോട്ട് മൈറ്റോസിസ് നടത്തുന്നു. ഇതിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. അങ്ങനെ സൈഗോട്ടിലെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, ഇതിനെ ഇനി മുതൽ നമ്മൾ ആ ഓരോ സെൽസിനെയും ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് വരെ ഉള്ള സ്റ്റേജിലിരിക്കുന്ന ഒരു എംബ്രിയോയെ നമുക്ക് മൊറുല എന്ന് വിളിക്കാം. ഇനി ഈ മൊറുല വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ വീണ്ടും മൈറ്റോസിസ് നടക്കുന്നു. എന്നിട്ട് വീണ്ടും കുറേ സെൽസ് ആവും, കുറേ ബ്ലാസ്റ്റോമിയേഴ്സ് ഉണ്ടാവും. എന്നിട്ട് അതിൽ കുറേ സെൽസ് ഔട്ടർ ലെയറായിട്ട് അറേഞ്ച് ചെയ്യും. അതിനെയാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള സെൽസ് അകത്ത്
ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അതിനെ ഇന്നർ സെൽ മാസ് എന്ന് പറയും. ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ യൂട്രൈൻ വോളിലെ സെൽസ് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ട്രോഫോബ്ലാസ്റ്റിനെ അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റിനെ മൊത്തത്തിൽ എംബഡ് ചെയ്യുകയും ചെയ്യുന്നു യൂട്രസിൻ്റെ വാളിലേക്ക്. ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്. ഇനി നമുക്കതിൻ്റെ MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹ്യൂമൻസ് ഫെർട്ടിലൈസേഷൻ നോർമലി ഒക്കേഴ്സ് ഇൻ. ഹ്യൂമൻസിൽ എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? യൂട്രസ്, സെർവിക്സ്, ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ ഓഫ് ഫാലോപ്പിയൻ ട്യൂബ്, ഇൻഫണ്ടിബുലം. യൂട്രസിൽ വെച്ചല്ല, സെർവിക്സിൽ വെച്ചല്ല, ഇൻഫണ്ടിബുലത്തിലും അല്ല, ആംബ്യുളെ വെച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് ആംബ്യുളയുടെ ഇസ്തുമസിൻ്റെ ജംഗ്ഷനിൽ വെച്ചാണെന്ന് പറയാം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തത്, കപ്പാസിറ്റേഷൻ ഓഫ് സ്പേം ഒക്കേഴ്സ് ഇൻ. സ്പേംസിൻ്റെ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതെവിടെ വെച്ചാണ് നടക്കുന്നത്? ഇതിൻ്റെ ആൻസർ സി ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്. അതായത് നമുക്കറിയാം ഇൻസെമിനേഷനിലൂടെ സ്പേംസിനെ വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോൾ അവിടെ കുറേ സ്പേംസ് ഉണ്ട്. അപ്പോൾ ഈ സ്പേംസ് നോർമലി മോട്ടൈലാണ്, പക്ഷേ ഇവർ വളരെ വിഗറസ് ആയിട്ട് മൂവ് ചെയ്യണം. അതായത് വളരെ സ്പീഡിൽ മൂവ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഓവർ ആംബുലറി റീജിയനിലെത്തുമ്പോൾ അവിടെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഇവരുടെ മോട്ടിലിറ്റി വളരെ വിഗറസ് ആക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് കപ്പാസിറ്റേഷൻ ഓഫ് സ്പേംസ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വെച്ചാണ്. അതായത് ഫീമെയിൽസിനകത്തേക്ക് ഈ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഈ പറഞ്ഞ കപ്പാസിറ്റേഷൻ നടക്കുന്നത്. അതുവഴി സ്പേംസ് വളരെ വിഗറസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സെക്കൻഡറി oocyte കംപ്ലീറ്റ്സ്. അതായത് ഫെർട്ടിലൈസേഷന് ശേഷം പെട്ടെന്ന് തന്നെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഫെർട്ടിലൈസേഷൻ എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത്, സ്പേമിൻ്റെ എൻട്രിക്ക് ശേഷം സ്പേം ഒരു ഓവത്തിൻ്റെ സൈറ്റോപ്ലാസിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ സെക്കൻഡറി oocyte എന്ത് ചെയ്യും? മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് എന്തായി മാറും? ഒരു ഊറ്റിടും, അതുപോലെ ഒരു സെക്കൻഡ് പോളാർ ബോഡിയായിട്ടാണ് മാറുന്നത്. എന്നിട്ട് ഈ ഊറ്റിഡാണ് പിന്നെ സ്പേമിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്തായി മാറുന്നത്? സൈഗോട്ടായിട്ട് മാറുന്നത്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടായിട്ട് മാറും. സോ ഓപ്ഷൻ ബി. ഫോർത്ത് ക്വസ്റ്റ്യൻ, അസേർഷൻ, ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻസ് യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ദ ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ. അതായത് ഹ്യൂമൻസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ വെച്ചാണ്. കറക്റ്റാണ്. റീസൺ, കപ്പാസിറ്റേറ്റഡ് സ്പേംസ് ക്യാൻ ഫെർട്ടിലൈസ് ദ സെക്കൻഡറി oocyte ഓൺലി ഇൻ ദിസ് റീജിയൻ. അതായത് കപ്പാസിറ്റേറ്റഡ് സ്പേംസിന് ഈ ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ വെച്ചിട്ടേ സെക്കൻഡറി oocyteുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും കറക്റ്റാണ്. കാരണം സ്പേമിന് കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോട്ടിലിറ്റി വളരെ വിഗറസ് മോട്ടിലിറ്റി ആവുന്നു. എങ്കിലും അവർ ഓടിയെത്തുമ്പോൾ നമ്മുടെ ഓവറിൽ നിന്ന് റിലീസ് ചെയ്ത ഉടനെ തന്നെ ആ ഒരു പോർഷനിൽ വെച്ച് തന്നെ ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവർക്ക് മാക്സിമം ഇവരുടെ ആ ഒരു മിഡിൽ പീസിലുള്ള എനർജി ഉപയോഗിച്ച് ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ വരെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ടൈം കൊണ്ട് നമ്മുടെ ഓവത്തിനെയും അവിടെ വരെ എത്തിക്കുന്നത്. നമ്മുടെ ബോഡിയുടെ മെക്കാനിസം അതാണ്. സോ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്? ഒന്നാമത്തത്, ഫെർട്ടിലൈസേഷൻ റെസ്റ്റോർസ് ദ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ. ഫെർട്ടിലൈസേഷനിലൂടെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ റെസ്റ്റോർ ചെയ്യുന്നു. ഇത് കറക്റ്റാണ്. കാരണം സ്പേമിലും ഓവത്തിലും 23 വീതമാണുള്ളത്. ഫെർട്ടിലൈസേഷന് ശേഷം ഡിപ്ലോയിഡ് ക്രോമസോം നമ്പറായ 46 റെസ്റ്റോർ ചെയ്യപ്പെടുന്നു. അക്രോസോമൽ എൻസൈംസ് ഡൈജസ്റ്റ് സോണ പെല്ലുസിഡ. അതായത് അക്രോസോമിനകത്തുള്ള എൻസൈംസ് സോണ പെല്ലുസിഡയെ ഡൈജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു. കാരണം അതിൽ ലൈറ്റിക് എൻസൈംസ് ആണ് ഉള്ളത്. ഇതും കറക്റ്റാണ്.
സെക്കൻഡറി യൂസൈറ്റ് കംപ്ലീറ്റ്സ് മിയോസിസ് 2 ആഫ്റ്റർ സ്പെർമെൻട്രി. സെക്കൻഡറി യൂസൈറ്റ് സ്പെർമെൻട്രിക്ക് ശേഷമാണ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതും കറക്റ്റാണ്. എന്നിട്ടാണ് ഊറ്റിഡും സെക്കൻഡ് പോളാർ ബോഡിയായിട്ട് മാറുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ക്ലീവേജ് ബിഗിൻസ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് മുമ്പ് തന്നെ ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൈഗോട്ട് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോട്ട് ഫെർട്ടിലൈസേഷന് ശേഷമാണ് ഉണ്ടാകുന്നത്. സോ ക്ലീവേജ് ഫെർട്ടിലൈസേഷന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. സോ ഓപ്ഷൻ എ. സ്റ്റേറ്റ്മെൻറ്റ് 4 തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ക്ലീവേജ് ഓഫ് ഹ്യൂമൻ സൈഗോട്ട് ഒക്കേഴ്സ് ഡ്യൂറിങ് മൂവ്മെൻറ്റ് ത്രൂ. അതായത് നമ്മുടെ ഹ്യൂമൻ സൈഗോട്ടിൻ്റെ ആദ്യത്തെ ക്ലീവേജ് നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സൈഗോട്ട് എവിടെയായിരിക്കും? അത് ഏതിൽ കൂടെ ആയിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യൂട്രസ്, വജൈന, ഒവിഡക്റ്റ്, സെർവിക്സ്. എന്താണ് ഒവിഡക്റ്റ്? കാരണം ആംബുലറി റീജിയണിൽ വെച്ചാണ് ഇത് ഇൻഫണ്ടിബുലം, അവിടുന്ന് പിന്നെ ഇത് ഇസ്തുമസ്, ഇത് ഇൻഫണ്ടിബുലം, ഇവിടെ ആംബുലുണ്ട്. ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനായ ഇവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടന്നത്. എന്നിട്ട് ഇത് പിന്നെ നമ്മുടെ യൂട്രസിലേക്ക് എത്താൻ വേണ്ടി സൈഗോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലീവേജ് നടക്കുന്നത്. അതായത് ആദ്യത്തെ ക്ലീവേജ് നടക്കുമ്പോൾ ഇത് ഒവിഡക്റ്റിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന ടോപ്പിക്കിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മളിനി ഇംപ്ലാന്റേഷൻ വഴി പ്രഗ്നൻസി ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രഗ്നൻസിയെ പറ്റിയും പാർച്ചുറേഷൻ, ലാക്ടേഷൻ അതിനെപ്പറ്റിയൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ താങ്ക് യു.